തുടങ്ങി 32 വർഷങ്ങളായെങ്കിലും നടൻ ജയറാമിന്റെയും ഭാര്യയും നടിയുമായ പാർവതിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ നടന്ന വർഷമായിരുന്നു 2014. മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് താരങ്ങൾ ഈ വർഷം വാർത്തകളിൽ നിറങ്ങി നിന്നത്. ആദ്യം മകൾ മാളവിക ജയറാമിന്റെ വിവാഹമായിരുന്നു നടന്നത്. ഈ വർഷം തന്നെ കാളിദാസും വിവാഹിതനാകുമെന്ന് താരങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം ഈ കഴിഞ്ഞ ദിവസം കാളിദാസും മോഡലുമായ തരണിയും വിവാഹിതരായി. താരങ്ങളുടെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നതിനൊപ്പം ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള രസകരമായ ഒരു കാര്യവും വൈറലാകുകയാണ്. പ്രണയിച്ച് വിവാഹിതരായവരാണ് ജയറാമും പാർവതിയും. എന്നാൽ ഈ വിവാഹത്തിന് പാർവതിയുടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. ലൊക്കേഷനിൽ നിന്നുള്ള ഇവരുടെ പ്രണയകഥ പ്രചരിച്ചതോടെ നടിക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ഇതൊക്കെ മറികടന്നാണ് താരങ്ങൾ മുന്നോട്ട് പോയത്. അന്ന് പ്രചരിച്ചിരുന്ന കഥകളൊക്കെ തമാശ രൂപേണ അവതരിപ്പിച്ചുകൊണ്ട് ചില കാർട്ടൂണുകളും പുറത്തിറങ്ങി. അങ്ങനെ 30 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കാർട്ടൂണുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 1992 ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹം നടന്നത്. ഇന്നത്തേതുപോലെ അന്നൊന്നും ഇത്ര തിക്കും തിരക്കും ഇല്ലായിരുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആ കാലത്ത് ജയറാമിന്റെ വിവാഹത്തിന്റെ വീഡിയോ കാസറ്റായി പലരും വിറ്റ് കാശാക്കി. ഇന്ന് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്നത് പോലെ നേരിൽ കാണാൻ സാധിക്കാത്ത അന്നത്തെ ആരാധകർ കാസറ്റ് വാങ്ങി ആസ്വദിച്ചു. പാക്കിനാർ എന്ന രാഷ്ട്രീയ വിനോദ മാസികയിലാണ് ജയറാമിന്റെയും പാർവതിയുടെയും കല്യാണത്തിന് ശേഷം കാർട്ടൂണുകൾ അച്ചടിച്ചു വന്നത്. ഒരു അപരൻ ഉണ്ടായിരുന്നേൽ ഇവിടെ നിർത്തിയിട്ട് ആരാധകരിൽ നിന്ന് രക്ഷപ്പെട്ട് കല്യാണ മണ്ഡപത്തിൽ എത്താമായിരുന്നു എന്ന് ജയറാം പറയുന്ന രീതിയിലാണ് കാർട്ടൂണിന് തുടക്കം. പിന്നാലെ പാർവതിയുടെ മറുപടിയുമുണ്ട്. മുണ്ടിൽ മുറുക്കി പിടിച്ചോണേ, പെരുമ്പാവൂരിൽ തുണിക്കടയിലെ ഉദ്ഘാടനത്തിന് പറ്റിയതുപോലെ ആരാധകർ മുണ്ടങ്ങ് കൊണ്ടുപോയാൽ നാണക്കേടാവുമെന്ന് പാർവതി പറയുന്നു. ഇതിനിടെ ഗുരുവായൂരിൽ വിവാഹം കഴിക്കാൻ എത്തിയ മറ്റൊരു പെൺകുട്ടിയെ മുഹൂർത്തമായിട്ടും കാണാതെ വന്നതോടെ ആ കുട്ടി ജയറാമിനെയും പാർവതിയെ കാണാൻ പോയതായിരിക്കുമെന്നും തുടങ്ങി രസകരമായ രീതിയിലാണ് കാർട്ടൂൺ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ വിവാഹ വീഡിയോ കാസറ്റായി ഇറക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഗുരുവായൂരിൽ പോയി തിരക്കുകൾക്കിടയിൽ നിൽക്കില്ലായിരുന്നു എന്നും ആരാധകർ പറയുന്നു. ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹം ഇത്ര പെട്ടെന്ന് നടക്കാനുണ്ടായ കാരണവും കോമഡിയെ അവതരിപ്പിച്ചിട്ടുണ്ട്. പാർവതിയും ജയറാമും പ്രേമമാണെന്ന് പല പ്രസിദ്ധീകരണങ്ങളുടെയും ഗോസിപ്പ് കോളങ്ങളിൽ നിറങ്ങി നിന്നിരുന്നു. എന്നാൽ രണ്ട് കൂട്ടരും അവരുടെ വീട്ടുകാരും ഇക്കാര്യം നിഷേധിച്ചു. പിന്നെ എങ്ങനെ ഈ വിവാഹം ഇത്രയും പെട്ടെന്ന് നടന്നു എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു. ഇവരുടെ വിവാഹം വേഗം നടക്കാൻ കാരണം വീട്ടിലെ ടെലിഫോൺ ബില്ലാണ്. പാർവതിയുടെ വീട്ടിൽ 10,000-ന് മുകളിലും ജയറാമിന്റേത് 20,000-ന് മുകളിലുമായിരുന്നു ടെലിഫോൺ ബില്ല്. ഇത് കണ്ട വീട്ടുകാർക്ക് സംഗതി പിടികിട്ടി. രണ്ടാളും ഫോണിലൂടെയുള്ള സുള്ളലാണെന്ന് മനസ്സിലായതോടെ ഇതിനി അനുവദിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലായ വീട്ടുകാർ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി വിവാഹം നടത്തി കൊടുക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് വിവാഹിതരാകാൻ ഉദ്ദേശിക്കുന്ന കാമുകന്മാർക്ക് ഈ വിദ്യ പരീക്ഷിച്ചു നോക്കാവുന്നതാണെന്നും തുടങ്ങി പലതരത്തിലാണ് താരവിവാഹം പരിഹസിക്കപ്പെട്ടത്.